മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്. വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ അവതരിപ്പിച്ചത് കള്ളക്കണക്കാണ്. വാഗണിൽ കുത്തിനിറയ്ക്കും പോലെയാണ് കുട്ടികളെ ക്ലാസ് മുറിയിൽ നിറക്കുന്നത്. MSF-കാരെ ജയിലിലടച്ചാൽ സമരം അവസാനിക്കില്ല എന്നും പി.കെ. ഫിറോസ് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്ക് തെറ്റാന്നുള്ള അതിൽ തന്നെ വ്യക്തമല്ലേ? കാരണം വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ തവണ 2 ദിവസം മുമ്പ് പറഞ്ഞത് 2900 ചില്ലാനും കുട്ടികൾ മാത്രമാണ്. ഇന്ന് നിയമസഭയിൽ അത് 7000 ചില്ലാനായി. മന്ത്രി അതാ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ അദ്ദേഹത്തിന്റെ കണക്ക് ശരിയല്ല എന്നുള്ളത് മുമ്പ് തന്നെ അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കണക്കുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടില്ലല്ലോ. ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടുവരികയാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഏത് രീതിയിലായിരിക്കും? വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തെ പോലീസ് അടിച്ചമർത്തുന്നുണ്ട്. MSF നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ തന്നെ ജയിലിലടക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് തങ്ങളും കൂടി സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് യൂത്ത് ലീഗ് നേതാക്കൾ ഇതേക്കുറിച്ച് പറയുന്നത്. അതായത് യൂത്ത് ലീഗ് നാളെ മുതൽ സംസ്ഥാനത്ത് സമരം ആരംഭിക്കുകയാണ്. അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് നാളെ യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. രാവിലെ 11 മണിയോടെയായിരിക്കും മാർച്ച്. പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കും എന്നുള്ളതാണ് ഇന്നിപ്പോൾ പി.കെ. ഫിറോസ് അറിയിച്ചിരിക്കുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, PM.S. സലാം, M.K. മുനീർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലുടനീളം വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി കൊണ്ടുവന്ന അല്ലെങ്കിൽ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയായിരുന്നു പി.കെ. ഫിറോസ്. അതായത് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ അവതരിപ്പിച്ചത് കള്ളക്കണക്കാണ്. കള്ളക്കണക്കിൽ അത്ഭുതമില്ല. മന്ത്രി ചെയ്യേണ്ടത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കുട്ടികളുടെ സങ്കട കണ്ണീർ കാണണം എന്നുള്ളതാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. മലപ്പുറത്ത് നിന്ന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഓപ്പൺ സ്കൂളിൽ പോകുന്നുണ്ട്. അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഈ അവസ്ഥ. അതായത് തെക്കൻ ജില്ലകളിൽ 500-600 കുട്ടികൾ മാത്രമാണ് ഓപ്പൺ സ്കൂളിൽ പോകുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ മലപ്പുറത്ത് മാത്രം 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഓപ്പൺ സ്കൂളിൽ പോകുന്നത്. അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഈ അവസ്ഥ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി അവതരിപ്പിച്ച ഈ കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയണം. ആരാണ് മന്ത്രിക്ക് ഈ കണക്ക് നൽകിയതെന്ന് പറയണമെന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ ഒരു ആവശ്യം. വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കി മന്ത്രി കൊഞ്ഞനം കുത്തുന്നുവെന്നും പി.കെ. ഫിറോസ് ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും പരിഹാരം കാണും വരെ സമരരംഗത്ത് തന്നെ തുടരാനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം. ഒപ്പം തന്നെ ഇന്ന് മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ പരിഹാസമുണ്ടായിരുന്നു. അതായത് SFIക്ക് പോലും സമരം ചെയ്യേണ്ടുന്ന ഗതികേട് ഉണ്ടായി. ശിവൻകുട്ടി SFIയെ പരിഹസിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശിവൻകുട്ടിയുടെ വീട്ടിലേക്കോ AKG സെന്ററിലേക്കോ ആണ് SFI മാർച്ച് നടത്തേണ്ടതെന്നും പി.കെ. ഫിറോസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കണക്കുകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മന്ത്രി പറഞ്ഞ കണക്കുകൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് സീറ്റിലും കമ്മ്യൂണിറ്റി സീറ്റിലും അഡ്മിഷൻ നേടിയവരുടെ കണക്ക് കുറച്ചുകൊണ്ടാണ് അദ്ദേഹം കണക്ക് പറയുന്നത്. 50 കുട്ടികൾ മാത്രം വേണ്ട ക്ലാസുകളിൽ 60-ന് മുകളിൽ കുട്ടികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? സർക്കാർ എന്തിനാണ് വാശി പിടിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആദ്യം ഒരു കണക്ക് പറഞ്ഞിരുന്നു. ആ കണക്ക് തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് യൂത്ത് ലീഗ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം നിയമസഭയിലേക്ക് മാർച്ച് നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തുകയായിരുന്നു. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.